الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ച റബ്ബ് നമുക്ക് നൽകിയ ധാരാളം നിഅമത്തുകളുണ്ട്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകണം. അത് അത്തരത്തിലുള്ള ഓർമ്മ ചില കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ബനൂ ഇസ്രായേലിയരുടെ ചരിത്രം പറയുമ്പോൾ അവരോട് പ്രത്യേകം പറയുന്നുണ്ട്. അതല്ലാത്ത എല്ലാവരോടുമായും പടച്ച റബ്ബ് ആവർത്തിച്ച് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ മാഇദയിലെ 7-ാമത്തെ ആയത്തും 20-ാമത്തെ ആയത്തും അങ്ങനെ തുടങ്ങി സൂറത്തുൽ ബഖറയിൽ 40-47 ആയത്ത്, സൂറത്ത് ഇബ്രാഹിമിലെ 6-ാമത്തെ ആയത്ത്, സൂറത്ത് അഹ്സാബിലെ 9-ാമത്തെ വചനം, സൂറത്ത് നഹലിലും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശിച്ചതാണ്, നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കണം. ഫഹുവ അജ്ദറു അൻ ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അപ്പോൾ റബ്ബ് നിങ്ങൾക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളുടെ വിശാലത നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും റബ്ബ് നൽകിയ നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ ഒന്നും ലാഘവത്വത്തോടുകൂടി പുച്ഛിച്ച് നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാതിരിക്കാനും അത് ഏറ്റവും കരണീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കണം. നമുക്ക് വീടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നാണ് വന്നത്. നമ്മുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷ്യ വിഭവങ്ങൾ അവിടെയുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം അവിടെ സുരക്ഷിതരാണ്. അവർ സമാധാനത്തിൽ കഴിയുകയാണ്. നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ആരെയും ഭയപ്പെടാതെ നമുക്ക് സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. സ്വൈര്യമായി സ്വസ്ഥമായി നമുക്ക് സഞ്ചരിക്കാം, യാത്ര പോകാം. ആരും നമ്മെ പിടിച്ചു നിർത്തുന്നില്ല. നമുക്ക് ഇടപാടുകൾ നടത്താനും ഒരു തടസ്സവുമില്ല. ഇങ്ങനെയൊക്കെ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചതുപോലെ ദുനിയാവ് മൊത്തം അയാളുടെ കയ്യിൽ കിട്ടിയതിന് തുല്യമാണ് എന്ന്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റത് തന്റെ ആളുകൾക്കിടയിൽ നിർഭയത്വത്തോടു കൂടിയാണോ, ഒരു ഭയപ്പാടുമില്ലാതെയാണോ? മുആഫൻ ഫീ ജസദിഹി. ശാരീരികമായി പ്രയാസങ്ങളില്ലാതെ ആഫിയത്തോടുകൂടി സൗഖ്യത്തോടുകൂടി അയാൾക്ക് രാവിലെ ഉണർന്നെഴുന്നേൽക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇൻദഹു ഖൂതു യൗമിഹി. അന്നന്ന് കഴിക്കുവാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ. ദുനിയാവ് മൊത്തം അയാളുടെ കയ്യിൽ കിട്ടിയതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊന്നുമില്ലാത്ത എത്രയോ സഹോദരങ്ങൾ നമുക്ക് ചുറ്റും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗസയും ഫലസ്തീനും ലോകത്തോട് ഉയർത്തുന്ന ചോദ്യങ്ങൾ അതാണ്. അതിന്ന് വാർത്തയല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വിശ്വാസികൾ എന്നുള്ള നിലയിൽ അവരെയും ആ പ്രദേശത്തെയും മറക്കാനാകുമോ? ഖുദ്സും ഫലസ്തീനും ഒക്കെ നമ്മുടെ രക്തവും മജ്ജയുമായി കലർന്നു നിൽക്കുന്ന, നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. അവിടെ സയനിസ്റ്റ് ഭീകരതയുടെ കൊടും ക്രൂരതയിൽ അവിടെയുള്ള ആളുകൾ നിർഭയരല്ല. അവർ ആരോഗ്യവാന്മാരല്ല. അവരുടെ കോലങ്ങൾ കണ്ടാൽ, ചിത്രങ്ങൾ കണ്ടാൽ പോലും നമുക്ക് വല്ലാതെ മനസ്സ് വിങ്ങുന്ന, നീറുന്ന അവസ്ഥകളാണുള്ളത്. അവരുടെ വീടുകൾ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തകർക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ക്രൂരതയുടെ മാനുഷികമായി യാതൊരുവിധ കനിവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത തോന്നിവാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ബോംബാക്രമണങ്ങൾക്ക് പുറമെയാണ് നമ്മൾ അവസാനം കേട്ടുകൊണ്ടിരിക്കുന്നത് കരയുദ്ധവും അവർ ആരംഭിച്ചിരിക്കുകയാണ് എന്ന്. രക്ഷാപ്രവർത്തകർക്ക് പോലും, അഥവാ ആരെങ്കിലുമൊക്കെ ആപത്തിൽ അപകടത്തിൽപ്പെട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവരെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പോകുമ്പോഴേക്കും രണ്ടാമത്തെ ബോംബിംഗ് നടക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത നരനായാട്ടും തോന്നിവാസങ്ങളും അക്രമവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങി മനുഷ്യരുടെ സമാധാനത്തിന്റെയും നന്മയുടെയും കേന്ദ്രങ്ങളായ ആരാധനാലയങ്ങളടക്കം എല്ലാം ഒന്നിനു പിറകെ ഒന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിഞ്ച് പൈതങ്ങളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ജീവനറ്റ് അവർ ഇവിടെ നിന്ന്, ഈ ലോകത്ത് നിന്ന് യാത്രയായി. ആയിരക്കണക്കിന് അനാഥകൾ, അതേപോലെ തന്നെ വിധവകൾ, അതേപോലെ അംഗവൈകല്യം സംഭവിച്ച ആളുകൾ ഒക്കെ അവിടെയുണ്ട് എന്നത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചില തിരിച്ചറിവുകൾ വേണം. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട, വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിവുകളും ആവശ്യമാണ്. ഒന്നാമത്തേത്, അവിടെ പട്ടിണി, അവർക്ക് ദാരിദ്ര്യം കൊണ്ട് ഒരു നേരത്തെ വിശപ്പടക്കാൻ സാധിക്കാതെ അവരുടെ ഉമ്മമാരുടെ പിഞ്ചു പൈതലുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ അമ്മിഞ്ഞപ്പാൽ ചുരന്നു കൊടുക്കുവാൻ, അഥവാ ആ ഉമ്മയുടെ മാറിടത്തിൽ പാലില്ലാതെ വറ്റിപ്പോകുന്ന അവസ്ഥ. അങ്ങനെ ആയിരക്കണക്കിന് പിഞ്ചു പൈതലുകൾ അവർ പട്ടിണിയായി, പട്ടിണിയുടെ പേക്കോലങ്ങളായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ, അതേപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടമോടുന്ന, ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന
യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആർഭാടങ്ങളും ധൂർത്തും ഭക്ഷണ സാധനങ്ങൾ തന്നെ വേസ്റ്റ് ആക്കി കളയുന്ന എത്രയോ പരിപാടികളാണ്. അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന വിവാഹങ്ങളും അതേപോലെയുള്ള ഫംഗ്ഷനുകളും ഒക്കെ പരിശോധിച്ചാൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കും ഈ സ്ഥിതി വരാം. പടച്ചറബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നിഅമത്തുകളെ കുറിച്ച് ബോധ്യം വരണം നമുക്ക്. അള്ളാഹു നമുക്ക് നൽകിയ നിർഭയത്വവും ആരോഗ്യവും സമാധാനവും ഭക്ഷണവും അതേപോലെയുള്ള സൗകര്യങ്ങളുമൊക്കെ പടച്ചറബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മനസ്സറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കുവാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുക. ആ ഒരു ബോധം ബിൽ ഖൽബി ഇഅ്തിറാഫ, മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ അധ്വാനിച്ച്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ഞാൻ ഉണ്ടാക്കിയ സൗകര്യങ്ങൾ, എന്റെ ബിസിനസ്, അതിലൂടെ കിട്ടിയ വരുമാനം, ഇങ്ങനെ നമ്മളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞു നിൽക്കാതെ പടച്ചറബ് നൽകിയ അനുഗ്രഹമാണ് എന്ന് മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞ് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ വബിൽ ലിസാനി സനാഅ, പടച്ചറബിനെ സ്തുതിക്കാൻ, നാവ് കൊണ്ട് അത് ഏറ്റു പറയാൻ, എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യമാണ്, റബ്ബിന്റെ അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ ബിസിനസ് ചെയ്തു, അവരൊന്നും ധനികരായിട്ടില്ല, പൊട്ടിപ്പാളിസായി പോയ എത്രയോ ആളുകളുണ്ട്. പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ടോ? അതേപോലെ തന്നെ ഓരോ മേഖലയിലേക്കും കയറിപ്പോയ, കടന്നു ചെന്ന എല്ലാവർക്കും അവിടെയൊന്നും തിളങ്ങുവാനും പുരോഗതി പ്രാപിക്കുവാനും സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചു എന്നത് ശരിയാണ്. പക്ഷെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ് ഇത് തിരിച്ചറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതേപോലെ വബിൽ ജവാരിഹിൻ ഖിയാദ, നമ്മുടെ അവയവങ്ങൾ പടച്ചറബിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ബിസ്തിഅമാലിഹാ ഫീമാ യുഹിബ്ബുഹു വയർള, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ആ നിഅമത്തുകളെ വിനിയോഗിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ഫലസ്തീനികൾക്കാണ് എങ്കിൽ നാളെ അതും നമുക്കും വരാം എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ നിലവിട്ട് പടച്ചറബിനെ മറന്നുകൊണ്ട് നാം ഒന്നും ചെയ്യുകയില്ല. അതേപോലെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഈ ലോകം പരീക്ഷണങ്ങളുടേതാണ്. വിശ്വാസികൾക്കത് ബോധ്യമുള്ള സംഗതിയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മളത് മറന്നു പോകാറുണ്ട്. പരിശുദ്ധ ഖുർആൻ ചോദിച്ചതുപോലെ സൂറത്ത് അൻകബൂത്ത് 29-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അലിഫ് ലാം മീം അഹസിബൻ നാസ്, മനുഷ്യന്മാർ വിചാരിച്ചിരിക്കുകയാണോ അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതിനാൽ അവർക്ക് യാതൊരു ഫിത്നയും പരീക്ഷണവുമില്ലാതെ അവരെ അങ്ങ് ഒഴിവാക്കപ്പെടും എന്നവർ കരുതുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും ഇവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, അങ്ങനെ ആ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞ അവരുടെ പ്രഖ്യാപനങ്ങളിൽ, അവകാശവാദങ്ങളിൽ സത്യസന്ധത പാലിച്ച ആത്മാർത്ഥതയുള്ള ആളുകൾ ആരാണ്, കപടന്മാരും കള്ളന്മാരും വ്യാജവാദികളും ആരാണ് എന്നൊക്കെ നാം വേർതിരിച്ചറിയുന്ന രീതിയിൽ അവരെ എല്ലാവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. പടച്ചറബ് നൽകിയ സമ്പത്തിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കും, ആരോഗ്യത്തിൽ, ശരീരത്തിൽ ഒക്കെ അള്ളാഹു നമ്മെ പരീക്ഷിക്കും. ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലിമ്രാനിലെ 186-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. ലതുബ്ലവുന്ന, ഉറപ്പായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫീ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തുകളിൽ, വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. നിങ്ങൾ വിശ്വാസികളാണ് എന്നതിന്റെ പേരിൽ, മുസ്ലിങ്ങളാണ് എന്നതിന്റെ പേരിൽ മാത്രം ആരെയും നിങ്ങൾ മെക്കിട്ട് കയറിയിട്ടല്ല, നിങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടല്ല, നിങ്ങൾ വിശ്വാസികളാണ് എന്നതിന്റെ പേരിൽ മാത്രം ഉറപ്പായും നിങ്ങൾ കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, അതൻ കസീറ, ധാരാളക്കണക്കിന് ശല്യപ്പെടുത്തലുകൾ, ഉപദ്രവങ്ങൾ, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രയാസങ്ങൾ ഉണ്ടാകാം, അതേപോലെ അയൽവാസികൾക്കുണ്ടാകാം, അവരുമായി ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകും. വഇൻ തസ്ബിറൂ വതത്തഖൂ, ആ സന്ദർഭങ്ങളിൽ റബ്ബിന്റെ ദീനിനെ നിങ്ങൾ കൈയൊഴിക്കുകയല്ല ചെയ്യേണ്ടത്, അതിന് നിങ്ങൾ കൈയൊഴിച്ച് അവർക്ക് വിധേയത്വം പ്രഖ്യാപിക്കുകയല്ല ചെയ്യേണ്ടത്. റബ്ബിന്റെ ആ കയർ നിങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ട് ക്ഷമിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ, തീർച്ചയായും നിങ്ങൾക്കാണ് ആത്യന്തിക വിജയമുള്ളത്. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും
സ്വഹാബത്തിനും അടക്കം എത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറയുമ്പോൾ പ്രവാചക തിരുമേനി അവരോട് ആശ്വസിപ്പിച്ചത്, നിങ്ങൾക്ക് തിടുക്കം കൂട്ടുകയാണ്, നിങ്ങൾ ധൃതി കാണിക്കുകയാണ് എന്നാണ്. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാ, ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു കൊടുത്തവരെ പരീക്ഷിച്ചിട്ടുണ്ട്. വസുൽസിലു, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു, അള്ളാഹുവിന്റെ ദൂതരും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളും പറയുമാറ്, മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം നമുക്ക് എപ്പോഴാ കിട്ടാ എന്നവർ വിലപിക്കുമാറ്, കരഞ്ഞു പോകുമാറ് അവർക്ക് ശക്തമായ ഭയപ്പാടുകളും അതേപോലെ പരീക്ഷണങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. പടച്ചറബിന്റെ ഒരു സുന്നത്താണ്, ചര്യയാണത്. അതുകൊണ്ട് ഫഇൻദൽ ഇംതിഹാൻ യുക്റമുൽ മർഉ ഔ യുഹാൻ, ആ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരാൾ ആദരണീയനാണോ അതല്ല പരിഗണിക്കപ്പെടേണ്ടാത്തവനാണോ എന്ന് തീർച്ചപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫലസ്തീനിലേതുപോലെ സമാനമായ ചരിത്രങ്ങൾ ഇന്നലകളിലും ഉണ്ടായിട്ടുണ്ട്. അഹ്സാബ് യുദ്ധത്തിൽ സഖ്യസേന, ആ പദം തന്നെ അറിയിക്കുന്നത് പോലെ, മദീനയെ വളഞ്ഞാക്രമിക്കുവാൻ വേണ്ടി എല്ലാ ശത്രുക്കളും കൈകോർത്തുകൊണ്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ വാക്കുകൾ സൂറത്തുൽ അഹ്സാബിലും സൂറത്ത് ആൽ ഇംറാനിലും ഖുർആനിലെ പല ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇത് ജാഊകും മിൻ ഫൗഖികും, മുകൾ ഭാഗത്ത് നിന്ന് അവർ വരുന്നു. ഇന്ന് നമ്മൾ കാണുന്നില്ലേ ബോംബർ വിമാനങ്ങളുമായി ബോംബ് വർഷിക്കുന്നത് തലക്ക് മീതെയാണ് എങ്കിൽ വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്ന് പല രൂപത്തിൽ പൊട്ടിത്തെറികളും അതേപോലെ തന്നെ ആധുനികമായ യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള നശീകരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ നിലതെറ്റിപ്പോകുന്ന, ഹൃദയം തൊണ്ടക്കുടയിലേക്ക് തള്ളി വരുന്ന ഭീതിയുടെയും പ്രയാസങ്ങളുടെയും ഘട്ടം. പടച്ചറബിനെ സംബന്ധിച്ച് നല്ലതല്ലാത്ത പല വിചാരങ്ങളും നിങ്ങൾ വിചാരിച്ചു പോകുമാറ് അങ്ങനെ കിടുകിട പരീക്ഷിക്കപ്പെട്ട രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായ ഏറ്റവും ശക്തരായ വിശ്വാസികൾക്ക് സ്വഹാബത്തിനുണ്ടായി. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ, അവിടെയാണ് പരീക്ഷിക്കപ്പെട്ടത് വിശ്വാസികൾ. അവർ കിടുകിട അതിശക്തമായി വിറപ്പിക്കപ്പെട്ടത്. ആ ഖുർആനിന്റെ പദം തന്നെ സുൽസിൽ, സിൽസാൽ എന്നൊക്കെ പറഞ്ഞാൽ ഭൂകമ്പം, ശക്തമായ പ്രകമ്പനം, അതിനെയൊക്കെ സൂചിപ്പിക്കുവാൻ പറയുന്ന പദപ്രയോഗങ്ങളാണ്. ഇതുപോലെ അതിശക്തമായി അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഖുറൈശി നേതാക്കൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, താളുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഖുറൈശി പ്രമുഖരായ ഹുയൈ ഇബ്നു അഹ്തബ് കഅബ് ഇബ്നു അസദിനോട് വന്ന് സംസാരിക്കുകയാണ്. ജിഅ്തുക ബിഖുറൈശ് അലാ ഖാദതിഹാ വസാദതിഹാ, ഖുറൈശികളുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഖുറൈശികളുടെ നേതാക്കന്മാരും അതേപോലെ തന്നെ നായകന്മാരും ഒക്കെ എന്റെ കൂടെയുണ്ട്. വബി ഗത്ഫാൻ അലാ ഖാദതിഹാ വസാദതിഹാ, അതേപോലെ തന്നെ ഗത്ഫാൻ വിഭാഗക്കാരും അവരുടെ എല്ലാവിധ നായകന്മാരും നേതാക്കന്മാരും നമ്മുടെ കൂടെയുണ്ട്. വഖദ് ആഹദൂനി വആഖദൂനി, അവർ എനിക്ക് കരാർ ചെയ്തിട്ടുണ്ട്, അവരെന്നോട് എഗ്രിമെന്റ് നൽകി വാക്ക് ചെയ്തിട്ടുണ്ട്. അലാ അൻ ലാ യബ്റഹു ഹത്താ നസ്തഅസില മുഹമ്മദൻ വമൻ മഅഹു, മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും നസ്തഅസിൽ, ഞങ്ങൾ ഉന്മൂലനാശം വരുത്തുന്നതുവരെയും ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല എന്ന് ഞങ്ങൾ വാക്ക് പാലിച്ചുകൊണ്ട് കരാറ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ അതേ വാക്കുകൾ ഇന്ന് നമ്മൾ സിയോണിസ്റ്റ് ഭീകരരുടെ വായിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ഗസയിലെ, ഫലസ്തീനിലെ വിശ്വാസികളായ സഹോദരങ്ങളെ ഉന്മൂലനം ചെയ്യും. വംശനാശ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് അവർ കടന്നു വന്നതെങ്കിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അത് പുത്തരിയല്ല. ഇസ്ലാമിന്റെ മാർഗത്തിൽ ശത്രുക്കൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഫകാന മൻ ഖാമ ബിഹഖിൻ, സത്യം പറഞ്ഞ ആരെല്ലാം ഉണ്ടോ, ഔ അമറ ബിമഅറൂഫിൻ, സദാചാരം നന്മ വിളംബരം ചെയ്ത, നന്മ പ്രചരിപ്പിച്ച ആരെല്ലാം ഉണ്ടോ,
ഔ നഹാ അൻ മുൻകർ, ഏതെങ്കിലും തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിച്ച നീതിയുടെ നന്മയുടെ ആളുകൾ എവിടെയുണ്ടോ ഫലാ ബുദ്ദ അൻ യുഅദ, അവർക്കൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകും എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്. ഫമാ ലഹു ദവാഉൻ ഇല്ല സബ്റു ഫില്ലാ, അതിന് യാതൊരു മരുന്നുമില്ല, പരിഹാരവുമില്ല. പടച്ച റബ്ബിന്റെ പ്രീതിയോർത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയുമല്ലാതെ വൽ ഇസ്തിആനതു ബില്ലാഹി വറുജൂഉ ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോട് നിരന്തരം സഹായം തേടുക എന്നല്ലാതെ, അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി സത്യസന്ധമായി തിരിച്ച് ചെല്ലുക, മടങ്ങിപ്പോവുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരവുമില്ല എന്ന്. അതേപോലെ ഖുർആൻ പറഞ്ഞ ആ വാചകങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സയനിസ്റ്റ് സംഘപരിവാര അച്ചുതണ്ടുകൾ രൂപപ്പെടുമ്പോൾ ഖുർആൻ അത് മുന്നേ കൂട്ടി പറഞ്ഞതാണ് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾക്കും അതേപോലെ ബഹുദൈവാരാധകരായ ആളുകൾക്കും നിങ്ങൾക്കെതിരിൽ അവരുടെ മനസ്സ് പതഞ്ഞു പൊന്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 82-ാമത്തെ ആയത്തിൽ പടച്ചറബ് ഒന്നുകൂടി തെളിച്ച് നമ്മളോട് പറഞ്ഞു തന്നു, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് ഏറ്റവും കൊടിയ ശത്രുക്കളായി, ഏറ്റവും ശക്തമായ വിയോജിപ്പും എതിർപ്പുമുള്ള ആളുകളായി നിനക്ക് കാണുവാൻ സാധിക്കും. ആരെ? അൽ യഹൂദ, ജൂതന്മാരെ, വല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസം ആദർശമായി സ്വീകരിച്ച ആളുകളെ. ഈ രണ്ട് നശീകരണത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രണ്ട് ഭീകരവാദികളുടെ, തീവ്രവാദ സംഘങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു കൈകോർക്കൽ നമ്മൾ അവിടെ കാണുമ്പോൾ ഖുർആൻ പറഞ്ഞതാണ്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. നിരുപാധികം നമ്മൾ നോക്കിയാൽ ഈ രണ്ട് വിഭാഗം ആളുകൾ, ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകളായിരുന്നുവെങ്കിൽ ഉത്ബത്തും ഷൈബത്തും അബൂജഹലും ഒക്കെ ആയിരുന്നു നായകന്മാരെങ്കിൽ പേര് മാറിയിട്ടുണ്ടാകും. പക്ഷെ ആശയങ്ങളും ആദർശങ്ങളും ഒരുപോലെയുള്ള ആളുകൾ. മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും ഏറ്റവും ശത്രുതയുള്ളവർ അവരാണ്. അവർക്ക് പരമാവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുവാൻ അവർ അങ്ങേയറ്റം വരെയും പരിശ്രമിക്കുകയും ചെയ്യും. എന്താണ് കാരണം? അവരോട് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ല, ആദർശപരമായ എതിർപ്പ് കൊണ്ട് അവർക്ക് അതിശക്തമായ ശത്രുതയുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക, രക്ഷപ്പെടാൻ, അതിജയിക്കാൻ പടച്ചറബ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അവർക്ക് അടിമപ്പെടുകയോ അല്ലെങ്കിൽ ഓടി ഒളിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് മരണം ഒന്നേയുള്ളൂ. അന്തസ്സായി ജീവിക്കണം, അഭിമാനത്തോടെ മരിക്കണം. പടച്ചറബിന്റെ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നന്മയിൽ നമുക്ക് മുന്നേറുവാൻ സാധിച്ചാൽ സബറും തഖ്വയും, ക്ഷമയും സഹനവും, അതേപോലെ പടച്ചറബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ് നമുക്കുള്ളതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ കടന്നു വന്നതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അനവധി നേട്ടങ്ങളും അന്തസ്സും അഭിമാനവും നമ്മുടെ കൈകളിലേക്ക് എത്തും. പടച്ചറബ് എന്തുകൊണ്ട് നമ്മളെ പെട്ടെന്ന് അങ്ങ് നൽകിയില്ല? നമ്മൾ ആഗ്രഹിക്കുന്ന, തേടുന്ന, ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു പെട്ടെന്ന് എന്തുകൊണ്ട് സാധിച്ചു തരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്റെ പ്രവാചകന്മാർ നമ്മളെക്കാളൊക്കെ എത്രയോ പരിശുദ്ധരായിരുന്നു, സ്വഹാബത്ത് നമ്മളെക്കാളൊക്കെ എത്രയോ മഹത്വമുള്ള ആളുകളായിരുന്നു. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിലും പല ഹിക്മത്തുകളും ഉണ്ട് എന്നാണ്. ഒന്ന്, അള്ളാഹു സത്യവിശ്വാസികളെയും കപടന്മാരെയും തിരിച്ചറിയാൻ വേണ്ടി നിശ്ചയിച്ച ചില സംവിധാനങ്ങളാണ്. അതേപോലെ ചില ആളുകളുടെ പദവികൾ ഉയർത്താൻ അവരുടെ പരീക്ഷണങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ അവരെ കടത്തിക്കൊണ്ടുവന്ന് ഊതിക്കാച്ചിയ പൊന്നുപോലെ സ്ഫുടം ചെയ്തെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ പ്രയാസങ്ങൾക്കും ഓരോ വേദനകൾക്കും അനുസരിച്ച് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈമാൻ വർദ്ധിക്കാൻ അഹ്സാബ് യുദ്ധത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ്, സത്യവിശ്വാസികൾ ആ സഖ്യസേന ഒന്നടങ്കം വിശ്വാസികളുടെ എത്രയോ ഇരട്ടി ആളുകൾ മദീനയെ ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞതെന്താ? ഞങ്ങൾ ആകെ നശിച്ചു എന്നല്ല. പലരും അങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്താൻ, ഭീതിപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞത് ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു,
അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് സത്യസന്ധമായി പുലരുന്നത്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ. അവർക്ക് ഈമാൻ വർദ്ധിക്കാനാണ് അത് നിമിത്തമായത് എന്ന്. എല്ലാ ആളുകൾക്കും നമുക്കെതിരാണല്ലോ, എവിടെ ചെന്നാലും നമ്മൾ ആട്ടിയകറ്റപ്പെടുകയും വിമർശിക്കുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞ് ദീൻ കൈയൊഴിക്കാനല്ല യഥാർത്ഥ വിശ്വാസികൾ തയ്യാറായത്. മറിച്ച് അവർക്കതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഹക്കിന്റെ മാർഗത്തിലാണ്, പ്രവാചകന്മാർ മുൻഗാമികൾ സഹിച്ചതുപോലെയുള്ള ത്യാഗങ്ങൾ എന്ന് പറഞ്ഞ് ആശ്വസിക്കുവാനും അതിലൂടെ ഈമാൻ അധികരിക്കുവാനും സാധിച്ചു എന്നാണ് പണ്ഡിതന്മാർ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ രക്തസാക്ഷിത്വത്തിന്റെ ഉന്നതമായ പദവി അള്ളാഹു ചില ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നേടിയെടുക്കാൻ ഇൻ യംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലു. ഇവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് സമാനമായത് മുമ്പ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ആളുകൾക്കിടയിൽ ഒരു തവണ വിജയം, മറ്റൊരു തവണ പരാജയം, ഇങ്ങനെ ആളുകൾക്കിടയിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് മാറി മാറി വരുന്നു. എന്തിനാണ്? വലിയ അലമല്ലാഹുല്ലദീന ആമനു. സത്യവിശ്വാസികൾ ആരാണ്? വാക്കുകളിലൂടെ, വർത്തമാനങ്ങളിലൂടെ, അവകാശവാദങ്ങളിലൂടെ പറയുന്ന ആളുകൾക്കപ്പുറത്ത് യഥാർത്ഥ മുഅ്മിനീങ്ങളെ സ്ഫുടം ചെയ്തെടുക്കാൻ. വയത്തഖിദ മിൻകും ശുഹദാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്ത ശുഹദാക്കളെ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരാൻ. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അള്ളാഹു ഒരിക്കലും അക്രമികളായ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഗസ നമ്മളോട് പറയുന്നത്, ഫലസ്തീനിലെ ആ ദുരന്ത പൂർണമായ കാഴ്ച നമ്മളെ വിളിച്ചറിയിക്കുന്നത് ചില തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ്. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയിൽ വിനിയോഗിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദി കാണിച്ച് നമ്മൾ യഥാർത്ഥ മുഅ്മിനീകളായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ഏറ്റിത്തരും. നിർഭയത്വവും സമാധാനവും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നേരെ മറിച്ച് അതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തി നമ്മുടെ ദുനിയാവുമായി, നമ്മുടെ ബിസിനസ്സുമായി, നമ്മുടെ ഇടപാടുകളുമായി മാത്രം നമ്മൾ സഞ്ചരിക്കുകയും ചിന്തിക്കുകയുമാണെങ്കിൽ ഏത് സമയവും ഇത് തലതിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചരിത്രം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അള്ളാഹു എല്ലാത്തരം ഷർറുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് സ്നേഹമുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക ചരിത്രത്തിൽ നിരവധി സ്വേച്ഛാധിപതികളും അക്രമകാരികളും കടന്നുപോയിട്ടുണ്ട്. നമ്മൾ ഖുർആനിലൂടെ വായിക്കുന്നത് പോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്രായേൽ സന്തതികളെയും ഉന്മൂലനാശം വരുത്താൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത ഫറോവയും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ധിക്കാരിയും സ്വേച്ഛാധിപതിയുമായി വാണ നമ്രൂദും തുടങ്ങി ഇന്നും ധാരാളക്കണക്കിന് സ്വേച്ഛാധിപതികളെ, അക്രമകാരികളെ, ധാരാളം സ്വാധീനവും സമ്പത്തും അധികാരവും ഒക്കെ ഉള്ള ആളുകളെ ദുനിയാവിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവരിൽ ഒരാൾക്കും അന്തിമ വിജയം ഉണ്ടായിട്ടില്ല. കാലാകാലം അവർ അങ്ങനെ ഭരിച്ച് ഒരിക്കലും മരിച്ചു പോകാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായി ഭൂമിയിൽ ആരെയും അള്ളാഹു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഏത് ഭീകര തീവ്രവാദ രാജ്യങ്ങളുടെ നേതാക്കന്മാരാണെങ്കിലും, ഏതെല്ലാം കുതന്ത്രങ്ങൾ പയറ്റുന്ന ആളുകളാണെങ്കിലും അവർക്ക് മരണമില്ലാത്ത ശാശ്വതമായ ജീവിതവും സുഖവും അധികാരവും ഇവിടെ ഉണ്ടാകും എന്ന് അവരും കരുതേണ്ടതില്ല, ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഖുർആൻ പറഞ്ഞതുപോലെ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നിന്റെ റബ്ബ് പടച്ചവൻ അള്ളാഹു അശ്രദ്ധയിലാണ് എന്നൊരിക്കലും നീ കരുതി പോകരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. അള്ളാഹു ഒരു നിശ്ചിത സമയം വരെയും അവരെ നീട്ടിയിട്ട്
കൊടുത്തിരിക്കുകയാണ്. അവര് കാട്ടാവുന്നതൊക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ എന്ന് കരുതി തന്നെ പടച്ചറബ് അവരെ നീട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾക്കും അന്തിമ വിജയം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, വൈകാരികമായി വികാര വിക്ഷോഭങ്ങൾക്കപ്പുറം നമ്മൾ ആത്മാർത്ഥമായി ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. ചില ആളുകൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അവരുടെ എല്ലാ ക്ഷീണവും അല്ലെങ്കിൽ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ പോസ്റ്റും ഏതെങ്കിലുമൊക്കെ വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് അവിടെയാണ് അവരുടെ എല്ലാ ജിഹാദും എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ലോകം മുഴുക്കെ മുസ്ലിങ്ങൾ മാത്രമല്ല ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ലോക ജനത, വിശിഷ്യ യുവ തലമുറ, യുവ സമൂഹം, ഇസ്രായേലിൽ നിന്നടക്കം ജൂതന്മാർ ഭരിക്കുന്ന ആ നാട്ടിൽ നിന്നടക്കം അവർക്കെതിരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി മുറവിളി കൂട്ടുന്ന വാർത്ത നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മനുഷ്യത്വത്തിന്റെ പേരിലാണെങ്കിൽ, മതം നോക്കിയിട്ടല്ല, ആദർശം നോക്കിയിട്ടല്ല, ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ കണ്ടുകൊണ്ട് പട്ടിണി പാവങ്ങളുടെ വിഷമതകളും പ്രയാസങ്ങളും ദാരിദ്ര്യവും നേരിട്ട് കാണുന്നത് കൊണ്ട് മതമില്ലാത്ത ആളുകൾ വരെയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിനപ്പുറത്ത് നമുക്ക് ഈമാനിന്റെ ദീനിന്റെ പേരിലുള്ള ഒരു സാഹോദര്യവും കടമയുമാണ്, അവരോടുള്ള ഐക്യദാർഢ്യവും മനസ്സിൽ നിന്ന് വരുന്ന അവരോടുള്ള ചേർന്ന് നിൽക്കലുമൊക്കെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏത് നാട്ടുകാരും ലോകത്ത് എവിടെയെല്ലാം വിശ്വാസികൾ വേദനിക്കുന്നുണ്ടോ, മനുഷ്യന്മാർ വേദനിക്കുന്നുണ്ടോ, അവർക്കൊക്കെ മനുഷ്യത്വപരമായ പരിഗണനയും വിശ്വാസികളായ ആളുകളുടെ വേദനയും ദുഃഖവുമൊക്കെ ഈമാനികമായ സാഹോദര്യത്തിന്റെ ഒരു ചേർത്ത് നിൽപ്പും നമുക്ക് ആവശ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം, പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും അനുകമ്പയിലുമൊക്കെ വിശ്വാസികളുടെ ഉപമ കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം കണക്കെയാണ്. ഇദശ്തകാ മിൻഹു ഉളൂൻ, ഒരു ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ, ഒരു വേദന പറ്റിയാൽ, തദാഅ ലഹു സായിറുൽ ജസദ്, വിരൽ മുറിഞ്ഞാൽ, കൈയൊടിഞ്ഞാൽ, കാല് പൊട്ടുണ്ടായാൽ ആ ഭാഗം മാത്രമല്ല വേദനിക്കുക, അത് മാത്രമല്ല ഉറക്കമൊഴിക്കുക, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിനോട് താദാത്മ്യം പ്രാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ വേദനയിൽ പങ്കുചേരും. അത് ഉറക്കമൊഴിച്ചുകൊണ്ടും പനിച്ചുകൊണ്ടും വേദനിച്ചുകൊണ്ടുമൊക്കെയാണ് എങ്കിൽ വിശ്വാസികൾ ലോകത്ത് എവിടെയെല്ലാം വേദനിക്കുന്നുവോ ആ വേദന നമ്മുടെയും വേദനയായി കാണുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് സൗദി എന്തുകൊണ്ട് പട്ടാളത്തെ അയച്ചില്ല, ഇറാഖ് അല്ലെങ്കിൽ ഖത്തർ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല, കുവൈത്ത് എന്തുകൊണ്ട് സമ്പത്തുണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പ്രതികരിച്ചില്ല, ഇങ്ങനെ നോക്കി ഇസ്ലാമിലെയും മുസ്ലിങ്ങളെയും ഭരണാധികാരികളെയും കൊള്ളരുതാത്തവരും മോശക്കാരും ഒക്കെയാക്കി ചിത്രീകരിക്കുന്നതിന് പകരം നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ചിലതുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്തു? അവർ കുറ്റക്കാരാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഭരണാധികാരിയെയോ ഏതെങ്കിലും രാജ്യത്തെയോ വെള്ളപൂശാനോ പരിശുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുവാനോ അല്ല ഇത് പറഞ്ഞത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചറബ് ഇത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മളോട് റബ്ബ് ചോദിക്കുന്നത് അവർ ചെയ്യാത്തതിനെ കുറിച്ചല്ല, നീ എന്ത് ചെയ്തു? നിന്റെ സഹോദരങ്ങളായ ആളുകൾ അവിടെ വേദനിച്ചപ്പോൾ റബ്ബിനോട് ആത്മാർത്ഥമായ ഒരു ദുആ ചെയ്യാനെങ്കിലും മനസ്സില്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും അവർ കപടന്മാരാണ്, മുനാഫിക്കുകളാണ്, അല്ലെങ്കിൽ മറ്റു പല ആളുകൾക്കും ഓശാന പാടുന്ന അവരുടെ പാദസേവകരാണ് എന്ന് കുറ്റം പറയുന്നതിനപ്പുറം ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്യാൻ, സുജൂദിൽ കിടന്ന് തഹജ്ജുദിന്റെ വേളയിൽ നമ്മുടെ ഒരു മകനോ മകളോ വേദനിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്ന് വന്നവരാണ്. ആ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള മനസ്സും അതേപോലെ പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. എന്നാൽ കെട്ടിയുണ്ടാക്കിയ വീട് തകർന്ന് തരിപ്പണമാകുമ്പോൾ കിട്ടിയതും പിടിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരന്മാരെ സഹോദരികളെ പിഞ്ചു പൈതലുകളെ കണ്ടിട്ട് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ നിലക്കെങ്കിലും അവിടെ പോയി യുദ്ധം ചെയ്യാത്തതിന് റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുകയില്ല. കാരണം നമുക്കതിന് സാധിക്കുകയില്ല. നമുക്ക് എവിടെയും നിന്ന് സാധിക്കുന്ന സംഗതിയാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ശക്തി അറിയുന്ന ഒരാളും ഇവർക്ക് പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞ് കൊച്ചാക്കുകയോ കളിയാക്കുകയോ ചെയ്യുകയില്ല. ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതാണ് പ്രാർത്ഥന. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അടക്കം
ബനൂ ഇസ്രായേലിലെ ഒരു പിഞ്ചു പൈതലിനെയും വെച്ചുറപ്പിക്കുകയില്ല എന്ന് ഉന്മൂലനാശത്തിന്റെ ഭീഷണി പരത്തിയ ഫറോവയുടെ മടിത്തട്ടിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വളർത്തിക്കൊണ്ടുവന്നവനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്കിൽ നെതന്യാഹുവും അതേപോലെയുള്ള ഏതെല്ലാം ഭീകരന്മാരും എന്തെല്ലാം പ്ലാനും പദ്ധതികളും ആവിഷ്കരിച്ചാലും ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കിടയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഭാവിയിൽ സലാഹുദ്ദീൻ അയ്യൂബിമാരെ പോലെയുള്ള മഹത്തുക്കൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി റബ്ബിൽ തവക്കുലാക്കി സമാശ്വസിക്കുകയും അതേപോലെ തന്നെ ആത്മാർത്ഥമായി അവർക്ക് ദുആ ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെയെങ്കിലും പടച്ചറബിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ആ സങ്കടങ്ങളിൽ ഞാനും പങ്കുചേർന്നു എന്ന രീതിയിൽ. അതുകൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ അള്ളാഹു ശുഹദാക്കളുടെ പദവി നൽകി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ സർജറിക്ക് വിധേയനാവുകയാണ്. അദ്ദേഹം ദുആ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗവും പ്രയാസങ്ങളും ഒക്കെ നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന എല്ലാവർക്കും പരിപൂർണമായ ശിഫയും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.